ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കൂട്ടാനും ഉപ്പേരിയുടെ ഒന്നും വീഡിയോ അല്ല. മല്ലിയില എങ്ങനെയാണ് കുറച്ച് അധികം നാൾ സൂക്ഷിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ മല്ലിയില കിട്ടാൻ കുറച്ചൊരു പാടാണ്. അപ്പോൾ കിട്ടുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് നമുക്ക് മല്ലിയില കുറച്ച് അധികം നാളത്തേക്ക് ഉണ്ടാക്കി വയ്ക്കാം, നല്ലോണം സൂക്ഷിച്ച് വയ്ക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് മല്ലിയില എങ്ങനെയാണ് പ്രിസർവ് ചെയ്യാൻ നോക്കാം. ഞാൻ ഒരു കെട്ട് മല്ലിയിലാണ് വാങ്ങിയത്. ആദ്യം മല്ലിയില ഒന്ന് നല്ലോണം നന്നാക്കിയെടുക്കണം. അപ്പോൾ കെട്ടഴിച്ച് ആ മല്ലിയിലുള്ള മഞ്ഞ ഇലകളും ചീഞ്ഞ ഇലകളിലൊക്കെ നന്നായിട്ട് മാറ്റി അതിൻ്റെ സോഫ്റ്റായിട്ടുള്ള ഇലകളും സോഫ്റ്റായിട്ടുള്ള തണ്ടുകളും മാത്രം നമുക്ക് മുറിച്ചെടുക്കാം. അതേപോലെ നല്ല മൂത്ത തണ്ടുകളൊന്നും അരിഞ്ഞിടരുത്. അത് പിന്നെ ഉണങ്ങാൻ അത് ശരിക്കും ഉണങ്ങില്ല, ഇലയൊക്കെ നന്നായിട്ട് ഉണങ്ങും, അങ്ങനെയാവും. അപ്പോൾ ഈ തണ്ടുകൾ നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഭാഗങ്ങൾ നല്ലോണം മുറിച്ചെടുത്ത് പിന്നെ ഇലകളും അടി ഭാഗത്ത് 2 ഇല ഉണ്ടാവുമല്ലോ, അതും കൂടി എടുത്തോളൂ. ആ മുറിച്ച് തണ്ടെടുക്കാണ്ട് അടിഭാഗത്ത് ആ തണ്ടെടുക്കാതെ ഇല മാത്രം എടുക്കാം. അങ്ങനെ നമ്മൾ നന്നാക്കി നമ്മുടെ മല്ലിയില നന്നാക്കി വെച്ചു. ഇനി നമുക്ക് അത് വെള്ളമൊഴിച്ച് നല്ലോണം കഴുകിയെടുക്കണം. 3-4 പ്രാവശ്യം നല്ലോണം കഴുകിയെടുക്കണം. നിറയെ മണ്ണായിരുന്നു കേട്ടോ. ഞാൻ 4-5 പ്രാവശ്യം കഴുകി. ഞാനിവിടെ തോർത്തുണ്ടാണ് വിരിച്ചിട്ടത്. നല്ല വൃത്തിയുള്ളൊരു തോർത്തുണ്ടിൽ അതിൻ്റെ ഒരു ഭാഗത്ത് ഈ മല്ലിയില നമ്മൾ കഴുകിയെടുത്തില്ലേ, അതങ്ങോട്ട് നിരത്തി കൊടുക്കുക. ഞാൻ വെള്ളത്തിൽ നിന്നെടുത്ത് നേരെ തന്നെയാണ്, വാലാനൊന്നും വെച്ചില്ല കേട്ടോ. ഞാനങ്ങനെ നേരെയാണ് നിരത്തി കൊടുത്തത്. എന്നിട്ട് ഒരു ഭാഗത്ത്, എന്നിട്ട് മറ്റേ ഭാഗം കൊണ്ട് നമ്മൾ കൈ കൊണ്ട് പതുക്കെ തോർത്തി കൊടുക്കുക. ഒന്നും അധികം അമർത്തരുത്, ഇല കേടുവരും. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെയും കൈ കൊണ്ട് നല്ലോണം നമ്മൾ പരത്തിയിടണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പരത്തിയിടണം. ഒരു 5 മിനിറ്റ് വെയിറ്റ് എന്നിട്ടൊന്ന് പരത്തിയിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലോണം പരത്തി കൊടുത്തു. അപ്പോൾ നമ്മൾ തോർത്തുണ്ടൻ്റെ ഒരു ഭാഗമൊക്കെ നല്ലോണം നനഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഉണങ്ങിയ ഭാഗം കൊണ്ട് മല്ലിയില ഒന്ന് തോർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന തോറുന്ന വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മല്ലിയില വലിഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ അത് മഞ്ഞ കളറായി മാറും. അപ്പോൾ ഞാനെന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ തോർത്തുണ്ടിൻ്റെ മറ്റേ ഭാഗം നല്ല ഉണങ്ങിയതാണല്ലോ, ഈ ഭാഗമൊക്കെ ഒരുവിധം നനഞ്ഞു. അപ്പോൾ മറ്റേ ഭാഗത്തേക്ക് മല്ലിയില മാറ്റി എന്നിട്ട് ഒന്നും കൂടി തോർത്തി കഴിഞ്ഞപ്പോൾ മല്ലിയില നല്ലോണം അങ്ങോട്ട് വലിഞ്ഞ് കിട്ടി. അരിയാനൊക്കെ നല്ല എളുപ്പമായി. അപ്പോൾ ഇവിടെ ഒന്ന് പരത്തിയിട്ട് നമ്മുടെ ഉണങ്ങിയ ഭാഗം എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് അമർത്തിയിട്ട് നോക്കുക. അപ്പോൾ നോക്കൂ, നല്ലോണം മല്ലിയില നല്ലതായിട്ട് വെള്ളമൊക്കെ നല്ലോണം വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി പരത്തിയിട്ട് കഴിഞ്ഞാൽ മല്ലിയില നല്ലോണം തോർന്ന് കിട്ടും. നല്ലോണം തോർന്നാലാണ് നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് ഉണക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലോണം തോർത്ത് ഒരു 5-10 മിനിറ്റ് പണിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം തോർത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് മല്ലിയില ഒന്ന് നല്ലോണം അരിഞ്ഞെടുക്കണം. ഇപ്പോൾ നമുക്ക് നല്ലോണം തോർന്ന് കിട്ടി. ഒട്ടും വെള്ളം ഇല്ല, കയ്യിലൊന്നും വെള്ളം ആവണമെന്നേ ഇല്ല ഇങ്ങനെ ആക്കുമ്പോഴേ. ഇനി നമുക്ക് ഈ മല്ലിയില ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. എത്രയും ചെറുതായിട്ട് അരിയാൻ പറ്റണോ അത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം തോർന്ന കാരണേ അരിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എല്ലാ മല്ലിയിലയും എടുത്ത് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിൽ ഈ മല്ലിയില അരിഞ്ഞത് നല്ലോണം പരത്തിയിടുക. പിന്നെ നമ്മൾ അത് നമ്മുടെ അടുക്കളയിലെ സ്ലാബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടേബിളിലോ, ഫാൻ്റെ അടിയിലൊന്നും വേണ്ട കേട്ടോ, വെയിലത്തും ഇടണ്ട, ഫാൻ്റെ അടിയിലും ഇടണ്ട. നമ്മൾ വെറുതെ വെച്ചാൽ മതി. ഒരു 2-3 ദിവസം വെച്ച് ഇതായി കഴിഞ്ഞാൽ അത് തന്നെത്താൻ ഉണങ്ങിക്കോളും. തണലിൽ ഉണക്കാന്ന് പറയില്ലേ, അങ്ങനെ ഉണക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ മല്ലിയില നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എയർ ടൈറ്റ് കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വെച്ച് നമുക്ക് 2-3 മാസം നല്ലോണം ഉപയോഗിക്കാം കേട്ടോ. കണ്ടോ, നല്ലോണം ഉണങ്ങി കിട്ടി. ഞാനിത് ബോട്ടിലാക്കി വെക്കട്ടെ കേട്ടോ. ഇതേപോലെ നല്ലോണം തണലത്ത് വെച്ച് ഉണക്കണം, വെയിലത്തൊന്നും തീരെ വെക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും മല്ലിയില കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ അമർത്തണം കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.